ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇതാക്കുന്ന പതിവ് പോലെ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 2-3 ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കായി പോയിട്ടോ. ഞാൻ അതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ആകെ തിരക്കിലായിരിക്കുന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇന്ന് ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ നമ്മൾ കൂട്ടിനുള്ളിൽ നമ്മളിപ്പം ഡെയിലി രാവിലെ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ പുറത്തേക്ക് അയച്ചു വിടാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വലിയ കോഴികളൊക്കെ തുറക്കുന്നതിന് മുമ്പ് തന്നെ ഇവരെ തുറന്നു വിടും കേട്ടോ. അതേപോലെ തന്നെ ഇവര് 6 പേരായിട്ടുള്ളത്, 6 കോഴിക്കുഞ്ഞുങ്ങളായിട്ടുള്ളത്. പിന്നെ ഇന്ന് രാവിലെയൊക്കെ വന്ന് നോക്കുമ്പോൾ ഇടയ്ക്ക് മണ്ണിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരും നമ്മുടെ ബ്രഹ്മക്കുഞ്ഞുങ്ങളും ഒരു കൂട്ടാട്ടോ. അതേപോലെ തന്നെ അവരെ 2 അമ്മമാരും. അപ്പം എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഇവരെ തുറന്നു വിടും കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു കൂട് മോൾ ഭാഗത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ ഈ കാഷ്ടമൊക്കെ രാവിലെ വെണ്ണീരൊക്കെ ഇട്ട് ഒന്ന് പൂക്കി കൂടൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ കേട്ടോ ഞാൻ ഇവരെ പുറത്തേക്ക് തുറന്നു വിടാറുള്ളൂ. അല്ലെങ്കിൽ അവരെ ആ ഒരു തൊപ്പയൊക്കെ നാശമാകുന്നതിന് ഞാൻ അങ്ങനെയാട്ടെ ചെയ്യല്. രാവിലെ നമ്മൾ ഡയറക്റ്റായിട്ട് തുറന്നു വിടില്ല. എന്ന് വെച്ചാൽ കൂടിൻ്റെ അടിയൊക്കെ ഒന്ന് വെണ്ണീരൊക്കെ ഇട്ടൊന്ന് വൃത്തിയാക്കി അടിച്ച് വാരി കാഷ്ടമൊക്കെ ഒന്ന് നനഞ്ഞ കാഷ്ടമൊക്കെ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് അതിന് ശേഷം കേട്ടോ നമ്മൾ ഇവരെ തുറന്നു വിടുന്നത്. പിന്നെ ഇവരെ പുറത്തേക്ക് അയച്ചു വിടാത്തതുകൊണ്ട് ഇതിന് ഇവിടെ നല്ല ഉണങ്ങിയ മണ്ണായതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും കേട്ടോ മണ്ണിൽ. അപ്പോൾ അവർക്ക് മണ്ണിലിങ്ങനെ ചകഞ്ഞിങ്ങനെ കളിക്കുമ്പോൾ എന്താ പറയുക, ഒരു തണുപ്പുണ്ടാകുമല്ലോ മണ്ണിൻ്റെ. അപ്പോൾ ഇതേപോലെയൊക്കെ വലൻ്റെ ഉള്ളിലൊക്കെ ഇട്ട് വളർത്തിയൊക്കെയാണെങ്കിൽ ഇതേപോലെ കുറച്ച് മണ്ണിൽ, നല്ല ഉണങ്ങിയ മണ്ണിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ആ ഒരു തണുപ്പ് ഇങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ തട്ടുമല്ലോ. അപ്പോൾ ഈ ഒരു ചൂട് നല്ല രീതിക്ക് തന്നെ ചൂടാണല്ലോ. അപ്പോൾ പിന്നെ നമ്മളെ ഒരു 2-3 കോഴികൾ പൊരുത്തായിട്ടുണ്ട്. അപ്പോൾ 2-3 ദിവസം തന്നെ ഇവിടെ ഇതാക്കുന്ന സ്ഥിരം കിടക്കാൻ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്നലെ ഞാൻ ഇവളെ എടുത്ത് ഞാൻ അകത്തേക്കൊക്കെ ഒന്ന് കൊണ്ടുപോയി വെച്ചു കേട്ടോ. പക്ഷെ അകത്തൊന്നും കിടന്നില്ല. സാധാരണ നമ്മൾ അകത്ത് വെക്കുന്നതാണ് കേട്ടോ, നമ്മൾ കോഴികളെ അട വെക്കുന്നതാണ്. ഇവിടെ നിന്ന് എടുത്ത് നമ്മൾ അകത്തേക്ക് കൊണ്ടുപോയിട്ട് 2-3 ദിവസം മൂടി വെക്കുമ്പോൾ തന്നെ അവരവിടെ അങ്ങ് സെറ്റ് ആയിക്കോട്ടോ. അതേപോലെ ഇന്നലെ വൈകുന്നേരം ഞാൻ ഈ ഒരു ബേസലിൽ മണ്ണൊക്കെ നിറച്ച് കോഴിമുട്ടയൊക്കെ വെച്ച് ഞാൻ അകത്ത് കൊണ്ടുവച്ചിട്ട് അവിടെ നിന്ന് എണീച്ച് വന്നതാട്ടോ അവള്. ഇപ്പം നമ്മളെ കൂടിൻ്റെ മോൾ ഭാഗത്ത് തന്നെയായിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ ഒരാളുണ്ട്. ഒരാള് ഒരു 4-5 കോഴിമുട്ടയുള്ളൂ കേട്ടോ അതിൻ്റെ അകത്ത് അട കിടക്കുന്നത്. ഇതൊക്കെ കൂടിന്റെ മോൾ ഭാഗത്ത് തന്നെ കേട്ടോ. ഇവരൊക്കെ നമുക്ക് അകത്തേക്ക് വെക്കാനുള്ള ഒരു സൗകര്യക്കുറവുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിന്നോട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ കഴിഞ്ഞ ഒരു കുറച്ച് ദിവസം മുമ്പ് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, കോഴികൾ അടയിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു, നമ്മളെ നാടൻ കോഴികൾ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നാടൻ കോഴിയാണെന്നുള്ളത് ഒന്ന് കൺഫേം ചെയ്യുക. നാടൻ കോഴികളാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് പല രീതിയിലുള്ള കോഴികളൊക്കെ ഉണ്ട് അടയിരിക്കാത്ത തന്നെ. അപ്പോൾ നാടൻ കോഴി തന്നെയാണെന്നുള്ളത് കൺഫേം ചെയ്യുക. പിന്നെ അവർക്ക് ഇതേപോലെ ഒക്കെ കൂടിൻ്റെ മോൾ ഭാഗത്ത് ഒരു ഇരുട്ടുള്ള സ്ഥലമൊക്കെ ഒന്ന് തിരഞ്ഞെടുത്ത് അവിടെ ഇതേപോലെ പാത്രമൊക്കെ വെച്ച് കൊടുക്കുക മുട്ടയിടാനുള്ള. പിന്നെ അതിൽ തന്നെ മുട്ടയിട്ട് പിന്നെ നമ്മളെല്ലാ മുട്ടയും കൂടി എടുത്തുകൊണ്ട് അത് 1-2 മുട്ട നമ്മൾ എപ്പോഴും അതിലേക്ക് ഒരു പാത്രത്തിൽ തന്നെ വെക്കാൻ കണക്കാക്കിയിട്ട് വെക്കുക. അല്ലെങ്കിൽ ഡെമ്മി മുട്ട ഉണ്ടാക്കി വെക്കട്ടെ. ഞാനിതിന് മുമ്പ് ഡെമ്മി മുട്ട ഉണ്ടാക്കിയൊരു വീഡിയോ നമ്മളെ ചാനലിൽ തന്നെ ഉണ്ട്. അപ്പം എന്തായാലും ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡെമ്മി മുട്ട വെച്ചിട്ട് ആ കോഴികൾ മുട്ട കൊത്തി കൊടുക്കാതിരിക്കാനും, അതേപോലെ ആ ഒരു മുട്ടയിടുന്ന കോഴികളൊക്കെ ആണെങ്കിൽ ആ ഒരു മുട്ടയിൽ ഇങ്ങനെ അവർക്ക് പെട്ടെന്ന് പൊരുത്താവും എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം. പിന്നെ ഇവര് 3 പേര് ഞാനിപ്പോ കാണിച്ചെന്ന 3 പേരും നമ്മളെ കന്നിക്കോഴികൾ തന്നെയാട്ടോ. ഇവര് നമ്മളെ ഇവിടെ വിരിഞ്ഞിറങ്ങിയ കോഴികളാട്ടോ, കോഴിക്കുഞ്ഞുങ്ങളാണ്. ഇവർ ആദ്യമായിട്ടാട്ടോ അട ഇരിക്കുന്നത്. ഇവർ 3 പേരും കന്നിപ്പെടകളാണ്. എന്ന് വെച്ചാൽ ഇതുവരെ നമ്മൾ അട വെച്ചിട്ടൊന്നുമില്ല. ഇവർക്ക് ആദ്യമായിട്ടാട്ടോ പൊരുത്തായതൊക്കെ. അപ്പോൾ നമ്മൾ കോഴിനെയൊക്കെ നാടൻ കോഴികളെയാണ് വളർത്താൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ നല്ല നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നല്ല നാടൻ എന്താ പറയുക കോഴികളൊക്കെ തിരഞ്ഞെടുക്കാൻ നോക്കുക. അപ്പോൾ പല ഇനം കോഴികളുള്ളത് കൊണ്ട് എല്ലാ കോഴികളും അടയിരിക്കണം എന്നില്ല. അപ്പം അതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞത്.
ഇത് നമ്മളെ താടിക്കോഴിയാട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എത്രയുള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ എന്തായാലും പുതിയ വിശേഷമായിട്ട് അടുത്തൊരു വീഡിയോ കാണാം.